നമസ്കാരം. പലർക്കും സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ കാരണത്താലോ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരാറുണ്ട്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്, തലയിൽ താരൻ പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെല്ലാം കൂടെയുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ശിരോഅഭ്യംഗം എന്നുള്ളത്. ഇതെല്ലാം മർമ്മസ്ഥാനങ്ങളെയെല്ലാം തന്നെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള മൈൽഡ് മസാജ് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർമ്മസ്ഥാനങ്ങളെയാണ് പരിചയപ്പെടുത്തുക. അപ്പോൾ ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങളും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ നെറ്റിയിൽ നിന്നും ഇതുപോലെ 12 വിരലുകൾ ഡിസ്റ്റൻസിൽ ഇവിടെ ആയിട്ടാണ് അധിപതി മർമ്മം ഇരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു മൈൽഡായിട്ടുള്ള പ്രഷർ, ഒത്തിരി പ്രഷർ കൊടുത്തിട്ടുള്ള ഇതൊന്നും ചെയ്യാൻ പാടില്ല. വളരെ മൈൽഡായിട്ട് ചെയ്യുക. വിരലുകൾ കൊണ്ടാണ് ചെയ്യേണ്ടത്, നഖം കൊണ്ടല്ല. ഇങ്ങനെ ഇതൊന്ന് ആദ്യം ഓയിൽ കൊണ്ട്, ഞാൻ ഇവിടെ ഓയിൽ എടുത്തില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ഓയിൽ ചെയ്യണം. ഇതുപോലെ ഒന്ന് മൈൽഡായിട്ട് ഒരു മസാജ് കൊടുത്തിട്ട് ഇതുപോലെ വിരലുകൾ പിടിച്ച് വീണ്ടും ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനും അതുപോലെ ബ്രെയിൻ ഫോഗ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ ഇമോഷണൽ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും തലവേദന, മൈഗ്രെയിൻ, തലയ്ക്കൊരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം പോലെ തോന്നില്ലേ, അതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഇനി രണ്ടാമത്തേത് 8 വിരലുകൾ നെറ്റിയിൽ നിന്നും ഡിസ്റ്റൻസ് ഉള്ള ഇതാണ് സീമന്തമർമ്മം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റായിട്ടേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഈ സെൻറ്റർ പോർഷൻ മാത്രമല്ല, 2 സൈഡിലേക്കും ഇത് പരന്ന് കിടക്കുന്നുണ്ട് ഈ ഒരു സീമന്തമർമ്മം എന്നുള്ളത്. അതുപോലെ വിരലുകൾ ചേർത്ത് പിടിച്ചിട്ടും ഇതുപോലെ നമുക്ക് മസാജ് കൊടുക്കാം. ആ 2 സൈഡിലും കൊടുക്കണം കേട്ടോ, സെൻറ്റർ പോർഷനിൽ മാത്രമല്ല. അത് നമ്മുടെ ഫോക്കസ് കൂട്ടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും തലവേദന അല്ലെങ്കിൽ നമുക്ക് ഉത്കണ്ഠയുണ്ടെങ്കിലോ സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, അങ്ങനെയുള്ള എല്ലാം കുറയ്ക്കാൻ, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെങ്കിലും മൂഡ് സ്വിങ്സ് ഉള്ളവരാണെങ്കിലൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ സെൻറ്റർ പോർഷനിലും 2 സൈഡിലേക്കും നമ്മൾ മസാജ് കൊടുക്കണം. ഇനി മൂന്നാമത്തേത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് കഴുത്തിൻ്റെ മുകളിലോട്ട് ഒരു 4 വിരലിൻ്റെ ഡിസ്റ്റൻസിൽ എടുക്കാം. ഇത് തന്നെ ഈ സെൻറ്റർ പോർഷൻ മാത്രമല്ല 2 സൈഡിലേക്കും വ്യാപിച്ച് കിടക്കുന്ന മർമ്മമാണ് ക്രിക്കാട്ടിക്ക മർമ്മം എന്നുള്ളത്. അതായത് റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള മർമ്മം തന്നെയാണ്. ഇത് നമ്മുടെ കഴുത്ത് വേദനയോ അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് പോലെ കഴുത്ത് സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ സഹായിക്കും. ഇത് ഒന്നും മുടി വളരാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. ഇത്തരം മർമ്മങ്ങളെയൊക്കെ ആക്റ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ നിന്ന് ചെവിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ കുഴി പോലെ തോന്നും. അതാണ് നമുക്ക് ശംഖമർമ്മം എന്ന് പറയുന്നത്. അവിടെ ഒന്ന് ഇതുപോലെ ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു മസാജ് കൊടുക്കാവുന്നതാണ്.